മാറഞ്ചേരി ന്യൂസ് അവതരിപ്പിക്കുന്ന നമസ്കാരം. മാറഞ്ചേരി ന്യൂസിൻ്റെ സ്ഥാനാർത്ഥികളിലൂടെ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം 17-ാം വാർഡ് UDF സ്ഥാനാർത്ഥി സുനീറ അൻവറാണ്. ഈ വാർഡിന്റെ വികസനത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പഴയ 14-ഉം 16-ഉം കൂടിയിട്ട് രൂപീകൃതമായിട്ടുള്ള ഒരു പുതിയ 17-ാം വാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മൾ ഒരു റൗണ്ട് ഇപ്പോൾ നമ്മൾ ഈ പുതിയ 17-ാം വാർഡിൽ നമ്മൾ മുഴുവനായിട്ട് ഇറങ്ങിയപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ആ പഴയ 14-ൽ ഇനിയും ഒരുപാട് വികസനങ്ങൾ ആവശ്യമായിട്ടുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റ്, റോഡുകൾ, കുടിവെള്ളം പോലും എത്താത്ത മേഖലകളുണ്ട് നമ്മുടെ പഴയ 14-ന്റെ പടിഞ്ഞാറ് ഭാഗത്ത്. പല വീടുകളിലും ഞങ്ങൾ എത്തിയപ്പോൾ നമ്മൾ വോട്ട് ക്ഷണിക്കാനാണ് എത്തിയതെന്ന് പോലും നമ്മൾ മറന്നു പോവുകയാണ്. കാരണം അത്രയും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ വാർഡിൽ തന്നെ ഉണ്ട്. നമുക്ക് വളരെ വിഷമം തോന്നിയിട്ടുണ്ട്. അപ്പോൾ പഴയ 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുന്നേ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ ഭരണത്തിലിരിക്കുന്നവരായിരുന്നു. എന്നിട്ട് പോലും അവർക്ക് വളരെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് നമുക്ക് വളരെ ഒരു വിഷമമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ നമ്മൾ ഒരുപാട് ഇനി ആ ഭാഗത്തേക്ക് നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം. നമ്മൾക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ പോലും അവിടെ ഇപ്പോൾ ഈ ഇല്ലാത്ത സൗകര്യങ്ങൾ നമ്മൾക്ക് അവർക്ക് വാക്ക് കൊടുത്തിട്ടുള്ള നമ്മൾ എന്താ വെച്ചാൽ കുടിവെള്ളത്തിൻ്റെ കാര്യം, അതുപോലെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യമായി ബന്ധപ്പെട്ട അതോറിറ്റികളിൽ ബന്ധപ്പെട്ട് ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. പിന്നെ അതുപോലെ നമുക്ക് പിന്നെ കിട്ടിയിട്ടുള്ളത് നമുക്ക് പഴയ 16-ന്റെ പകുതിയാണ് നമുക്ക് കിട്ടിയുള്ളത്. 16-ന്റെ പകുതി എന്ന് പറയുമ്പോൾ നമുക്ക് ഇറങ്ങുമ്പോൾ സന്തോഷമാണ്. അവിടുത്തെ മെമ്പർ അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അവിടുത്തെ വോട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അവർക്ക് അടിസ്ഥാന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഒരു മെമ്പറിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ എന്ന് പറയുന്നത് നമുക്ക് അവിടെയുള്ള നിലവിലുള്ള വികസനം നമുക്ക് തുടർന്നു കൊണ്ടുപോകണം. ഈ വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടാൽ എന്തൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ആദ്യമായി ഞാൻ പറയാനുള്ളത്, നമ്മുടെ വാർഡിലെ ഓരോരുത്തരുടെയും കൂടെ ഞാൻ ഉണ്ടാകും. അവരുടെ പ്രയാസങ്ങളിലും അവരുടെ ആവശ്യങ്ങൾക്ക് ഒരു വിളിപ്പാടകലെ ഞാൻ ഉണ്ടാകും. നമുക്ക് പലരും പറഞ്ഞത് എൻ്റെ അടുത്ത്, മോള് മെമ്പറായി കഴിഞ്ഞാൽ ഒന്നും ചെയ്തില്ലെങ്കിലും വേണ്ട, ഒന്ന് ചിരിച്ചാൽ മതി. അപ്പോൾ അതന്നെ അവർക്കൊരു സന്തോഷമാണ്. അല്ലെങ്കിൽ അവരുടെ ഒരു വിഷമങ്ങൾ പറയുമ്പോൾ ഞാൻ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ശ്രമിക്കാമെന്ന്. അപ്പോൾ പലരും അത് അങ്ങനെ ചെയ്യാത്തതിൻ്റെ പലർക്കും അതിൻ്റെ വിഷമമുണ്ട്. പല വോട്ടേഴ്സ് നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മളിട്ട് പ്രായമുള്ളവരൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ നമുക്ക് തിരക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വിളിച്ചാൽ നമുക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ തിരിച്ച് വിളിക്കുക, അല്ലെങ്കിൽ നമുക്ക് മെസ്സേജ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ റിപ്ലൈ ചെയ്യുക. അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മളിപ്പോൾ പുതിയ 17 ഇപ്പം വാർഡുകളൊക്കെ വിഭജിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ പുതിയ 17-ൽ ഒരു അംഗനവാടി ഇല്ല. അപ്പോൾ അത് ഭരണം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബോർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള സ്ഥലം കണ്ടെത്തി നമുക്കൊരു അംഗനവാടി നമുക്ക് തുടങ്ങാനുള്ള കാര്യങ്ങൾ ചെയ്യണം. പിന്നെ അതുപോലെ ബാക്കി നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പദ്ധതിയിൽ ഭവനങ്ങൾക്ക് അപേക്ഷ നൽകിയവർക്കൊക്കെ നൽകിയിട്ടുണ്ട് വീടുകൾ. അപ്പോൾ ഇനിയിപ്പോൾ 2 വർഷമായിട്ട് അപേക്ഷകൾ സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ഇനിയും ഒരുപാട് പേര് അത് പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ അതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. അതുപോലെ അപേക്ഷകൾ സ്വീകരിച്ച് അവർക്ക് വീടുകൾ നൽകാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. അതുപോലെ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ അവരുടെ കൂടെ ഉണ്ടാകും. അതുപോലെ ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, റോഡുകൾ എത്താത്ത മേഖലകളുണ്ട്. അപ്പോൾ ആ വഴികളിലേക്ക് നമുക്ക് റോഡുകൾ എത്തിക്കണം. അതുപോലെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അത് അവർക്ക് വെളിച്ചം പകരണം. അതുപോലെ കുടിവെള്ളം എത്താത്ത മേഖലകളിലേക്ക് അതിൻ്റെ പൈപ്പ് ലൈനോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അതോറിറ്റികളുമായി ബന്ധപ്പെട്ട് അതെത്തിക്കണം. പിന്നെ നമ്മൾ ജനക്ഷേമം തന്നെയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. നമ്മൾ അർഹരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വാർഡിലുള്ള എല്ലാവരിലേക്കും നമ്മൾ വിഭാഗീയത ഇല്ലാതെ നമ്മൾ വാർഡിലുള്ള എല്ലാവരിലേക്കും അർഹരിലേക്ക് നമ്മൾ എത്തിക്കും. പിന്നെ ഞാനിപ്പോൾ വീടുകളിൽ ഇറങ്ങിയപ്പോൾ മനസ്സിലാക്കി വേറെ സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊക്കെ ഒത്തിരി വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ സ്വന്തമായിട്ടൊരു സ്ഥാപനമൊക്കെ നടത്തുന്നതാണ്. പക്ഷേ നമ്മൾ വീടുകളിലേക്ക് നമ്മൾ പോയി തുടങ്ങിയപ്പോൾ മനസ്സിലാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ പോലെയല്ല. സ്ത്രീകളൊക്കെ ഇപ്പോൾ എല്ലാവരും ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. പലരും കഴിവുള്ളവരാണ്. ഒരു 90% വീട്ടിലിരിക്കുന്ന സ്ത്രീകളും അവർ കഴിവുള്ളവരുമാണ്. അവർക്ക് ആഗ്രഹങ്ങളുള്ളവരാണ്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ സ്ത്രീകളെ കൂടുതൽ തൊഴിൽ രംഗങ്ങളിലേക്ക് എത്തിക്കുക, അവർക്ക് അവസരങ്ങൾ നൽകുക എന്നുള്ളത് അതൊരു വലിയൊരു ആഗ്രഹമാണ്. സ്ത്രീ ശാക്തീകരണം അത് നമ്മുടെ ഒരു പ്രധാന ലക്ഷ്യമാണ്.
നിരവധി പ്രവാസികളുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ 17-ാം വാർഡും പുറങ്ങും. അപ്പോൾ പ്രവാസികളുടെ ക്ഷേമത്തിനായി പല പദ്ധതികളും ആവിഷ്കരിക്കാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ സുനീറ അൻവർ, മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും വിലയേറിയ വോട്ടുകൾ കൈപ്പത്തി ചിഹ്നത്തിൽ നൽകി എന്നെ വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് താഴ്മയോടെ അഭ്യർത്ഥിക്കുന്നു. കൂടെ നിങ്ങളുടെ ആശീർവാദവും ഉണ്ടാകണം. നിരവധി പ്രവാസി സുഹൃത്തുക്കൾ എന്നെ ഫോണിലൂടെ പിന്തുണ അറിയിക്കുന്നുണ്ട്. നിങ്ങൾ കഴിയുന്നവർ നാട്ടിലെത്തി നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എനിക്ക് നൽകി എന്നെ വിജയിപ്പിക്കണം. കൂടാതെ നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വിളിച്ച് അവരുടെ വോട്ടുകളും ഉറപ്പുവരുത്തണം.